മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ തൽക്കാലം കോടതിയിലേക്ക് ഇല്ലെന്ന് ഡ്രൈവർ യദു നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. സിറ്റി പോലീസ് കമ്മീഷണർക്കും DGPക്കും പരാതി നൽകും. നടപടി ഉണ്ടായില്ലെങ്കിൽ മാത്രം കോടതിയെ സമീപിക്കുമെന്നും ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്ന വാർത്തകൾ ശരിയല്ലെന്നും യദു 24നോട് പറഞ്ഞു. ഈ നിയമ നടപടി എന്ന് വെച്ചാൽ വക്കീലിന്റെ എല്ലാ ഫയലും ബാക്കിയുള്ള ഡീറ്റെയിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. വക്കീൽ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം കമ്മീഷണർക്കും DGPക്കും പിന്നെ മനുഷ്യാവകാശത്തിനും അവർക്ക് പിന്നെ നമ്മുടെ CMDക്കും നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്കും പരാതി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവരിൽ നിന്നോ ഒരു റിപ്ലൈ ഇല്ലെങ്കിൽ മാത്രമാണ് കോടതി ഫയൽ ചെയ്യുന്നത്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. ജയശങ്കർ, അവസാന അഭയമായി മാത്രം ഹൈക്കോടതിയെ സമീപിക്കും, അതിനു മുമ്പ് ചെയ്യാനാകുന്ന നിയമ നടപടികളൊക്കെ ചെയ്യുക എന്ന് തന്നെയാണോ യദുവിന്റെ തീരുമാനം? എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് സുഹേൽ, നിലവിൽ കോടതിയെ സമീപിക്കേണ്ട എന്നാണ് KSRTCയുടെ ഡ്രൈവർ യദുവിൻ്റെ തീരുമാനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രനെതിരെയും ഒപ്പം സച്ചിൻ ദേവ് MLAക്കെതിരെയും വണ്ടി തടഞ്ഞവുമായി ബന്ധപ്പെട്ട കേസെടുക്കണമെന്നാവശ്യപ്പെട്ട തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കും ഒപ്പം സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകും. ഈ പരാതിയിന്മേൽ നടപടി ഉണ്ടായില്ലെങ്കിൽ മാത്രം കോടതിയെ സമീപിക്കാനാണ് നിലവിൽ യദുവിൻ്റെ തീരുമാനം. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട KSRTC CMDക്കും ഒപ്പം ഗതാഗത മന്ത്രിക്കും കൃത്യമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകാനും ഇത് തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം വലിയ തോതിലുള്ള മനുഷ്യാവകാശ ലംഘനം നടന്നു എന്ന് കാണിച്ച മനുഷ്യാവകാശ കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ട പരാതി ഇത് ഉടൻ നൽകും. ഇതാണ് നിലവിലെ തീരുമാനം. ചില മാധ്യമങ്ങൾ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഹർജിയായി പോകുന്നു എന്ന വാർത്ത നൽകി. എന്നാൽ ഈ വാർത്ത ശരിയല്ല എന്നാണ് ഇത് 24നോട് വ്യക്തമാക്കിയത്. നിലവിൽ പോലീസിന്റെ സിറ്റി പോലീസ് കമ്മീഷണറൊപ്പം സംസ്ഥാന പോലീസ് മേധാവിയൊക്കെ തന്നെയാണ് അഭയകേന്ദ്രമെന്നും ഇവർക്ക് പരാതി നൽകി നടപടി ഉണ്ടായില്ലെങ്കിൽ മാത്രം അവസാന ആശ്രയമാണ് കോടതി എന്നും ഇത് വ്യക്തമാക്കി. ഒപ്പം തന്നെ ഇതിന്റെ സാങ്കേതിക നടപടിക്രമം അനുസരിച്ച് പോലീസ് കേസെടുത്തില്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി നൽകേണ്ടത്. അതിനുശേഷം മാത്രം മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് മജിസ്ട്രേറ്റ് കോടതി പോലീസിനോട് കേസെടുക്കാൻ സ്വാഭാവികമായി നിർദ്ദേശിച്ചു.